രണ്ട് തവണ വടകര ബ്ലോക്ക് പഞ്ചായത്തിലെ അഴിയൂർ കല്ലാമല ഡിവിഷനുകളിൽ നിന്നും UDFന്റെ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട KP ജയകുമാർ BJPയിൽ ചേർന്നു. കോഴിക്കോട് നോർത്ത് ജില്ലാ ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ ജില്ലാ അധ്യക്ഷൻ CR പ്രഫുൽ കൃഷ്ണൻ ജയകുമാറിനെ ഷാൾ അണിയിച്ചു സ്വീകരിച്ചു. 30 വർഷത്തെ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചാണ് ജയകുമാർ BJPയിൽ അംഗത്വമെടുത്തത്. കോൺഗ്രസ് ഇന്ന് ലീഗും RMPയും നിയന്ത്രിക്കുന്ന പാർട്ടിയായി മാറിയെന്നും കുടുംബാധിപത്യവും ഏകാധിപത്യവും കോൺഗ്രസിനെ നശിപ്പിച്ചതും ജയകുമാർ അഭിപ്രായപ്പെട്ടു. BJPയുടെ വികസിത കാഴ്ചപ്പാട് ഏറെ പ്രതീക്ഷ നൽകുന്നതാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 2015 ചോറോട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥി കൂടിയായിരുന്നു ജയകുമാർ. ഞാൻ കോൺഗ്രസുമായിട്ടുള്ള ബന്ധം ഇതോടെ അവസാനിപ്പിച്ചിരിക്കുന്നു. ജനാധിപത്യം, പ്രത്യേകിച്ച് ആഭ്യന്തര ജനാധിപത്യം കോൺഗ്രസിൽ പൂർണ്ണമായി ഇല്ലാതായിരിക്കുകയാണ്. രാഷ്ട്ര നന്മയും ഭാരതത്തിൻ്റെ വികസനവും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കോൺഗ്രസിൽ തുടരാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഇന്ന് കോൺഗ്രസിലുള്ളത്. ഒരു കുടുംബത്തിൻ്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന ആളുകളുടെ പാർശ്വവർത്തികളായാണ് ഈ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് പാർട്ടി പ്രവർത്തിക്കുന്നത് എന്ന് അടുത്ത കാലത്തായി വളരെ കൂടുതലായി ജനങ്ങൾക്ക് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ പ്രത്യേകിച്ച് ഈ ആജ്ഞാനുവർത്തികളുടെ സംഘമാണ് കേരളത്തിലെ KPCCയെ നയിക്കുന്നത് എന്ന് കാണുവാൻ സാധിക്കും. അതിൻ്റെ ഒരു പതിപ്പാണ് കോഴിക്കോട് ജില്ലയിലും കുറച്ചു കാലമായി കോൺഗ്രസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിൻ്റെ വികസനം ആഗ്രഹിക്കുന്ന സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ പ്രയാസ് എന്ന ഒരു മുദ്രാവാക്യവുമായി മുന്നോട്ട് പോകുന്ന ഭാരതത്തിൻ്റെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ലോകാരാധനായ ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തെ അംഗീകരിക്കുവാനും ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നുകൊണ്ട് ഈ രാഷ്ട്രത്തിൻ്റെ വികസനത്തിനു വേണ്ടി പ്രവർത്തിക്കുവാനും ഇന്നു മുതൽ ഞാൻ തയ്യാറാവുകയാണ്. പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് നമ്മൾ സൂചിപ്പിച്ചു, കോൺഗ്രസിൽ നിന്നും ഉൾപ്പെടെ കൂടുതൽ രാഷ്ട്രീയ നേതാക്കന്മാർ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വരും എന്നുള്ള കാര്യം വ്യക്തമായി ഞങ്ങൾ പറഞ്ഞതാണ്. ഇന്ന് അതിൻ്റെ തുടർച്ചയായി കോൺഗ്രസിൻ്റെ സമുന്നതനായിട്ടുള്ള നേതാവും 38 വർഷത്തോളം കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനുമായിരുന്ന ശ്രീ KP ജയകുമാർ കോൺഗ്രസുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ദേശീയ പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ച വിവരം സന്തോഷത്തോടെ നിങ്ങളെ അറിയിക്കുകയാണ്. ശ്രീ KP ജയകുമാർ 2 പ്രാവശ്യം കോൺഗ്രസിൻ്റെ ടിക്കറ്റിൽ നിന്ന് മത്സരിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് അഴിയൂർ ബ്ലോക്ക് ഡിവിഷനിലും അതുപോലെ തന്നെ കല്ലാമല ബ്ലോക്ക് ഡിവിഷനിലെയും മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. 2015 UDFൻ്റെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായിരുന്നു ശ്രീ KP ജയകുമാർ. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തോട്, വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയത്തോട്, ആ രാഷ്ട്രീയം ഉപേക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം BJPയിലേക്ക് കടന്നു വരുന്നത്. ഇന്ന് സ്ത്രീ പീഡകന്മാരെ സംരക്ഷിക്കുന്ന പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ ഡോമിനേഷൻ ഇന്ന് കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് RMPയും മുസ്ലിം ലീഗുമാണ്. RMPയും മുസ്ലിം ലീഗും എടുക്കുന്ന തീരുമാനങ്ങൾക്ക് വഴങ്ങേണ്ടുന്ന സാഹചര്യമാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കുള്ളത്.